ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 69 ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. സ്പർദ്ധയ വിരജിതാനുഗാന കൃതതാരതാര മധുരസ്വരേ നർത്തനേത ലളിതാംഗകാര ലുളിതാംഗകാര മണിഭൂഷണേ സമ്മദേന കൃത പുഷ്പവർഷമല ഉന്മിഷദ്ദി വിശദാങ്കുലം ചിന്മയേ ത്വയി നിലീയമാനമിവ സമ്മുമോകസവധൂകുലം. അന്വയം. അർത്ഥം. അഥ അനന്തരം ശ്രദ്ധയോടുകൂടി വിരചിതാനുഗാന കൃതതാര മധുരസ്വരേ പാട്ടേറ്റുപാടി ഉയർന്നുയർന്ന് വന്ന മധുരസ്വരത്തോടു കൂടിയതും ലുളിതാംഗഹാര മണിഭൂഷണേ മനോഹരമായ അംഗചലനങ്ങളോടു കൂടിയതും സ്ഥാനം തെറ്റിയ മാലകളോടുകൂടിയും രത്നാലങ്കാരങ്ങളോട് കൂടിയതുമായ നൃത്തത്തിൽ സവധൂകുലം വധുക്കളോടുകൂടി എത്തി. വിശദാം കുലം ആകാശത്തിൽ വന്ന ദേവന്മാരുടെ സമൂഹം സമ്മതേന സന്തോഷം കൊണ്ട് കൃതപുഷ്പവർഷം പൂവ് വർഷിച്ചു. അലം ഉന്മിഷത് അതിശയത്തോടുകൂടി കണ്ണുമിഴിച്ച് രാസലീല കണ്ട് ചിന്മയെ ബ്രഹ്മാനന്ദ സ്വരൂപനായ അങ്ങയിൽ നിലീയമാനമിവ സമ്മുമോഹ നന്നായി ലയിച്ചതുപോലെ മോഹത്തെ പ്രാപിച്ചു. ഹരിവോ. സാരം. തെറ്റുകൂടാതെ പാട്ടു ഏറ്റുപാടി സ്വരം ക്രമേണ ഉയർത്തി മനോഹരമായ അംഗവിക്ഷേപങ്ങളോടുകൂടി നൃത്തം വച്ചപ്പോൾ ആഭരണങ്ങൾ താഴെ പതിക്കുകയും ദേവാപ്സരസുകൾ അത്ഭുതപ്പെട്ട് കണ്ണുമിഴിച്ച് നിന്നുപോവുകയും ചെയ്തു. അവർ ദേവസ്ത്രീകളും ദേവന്മാരും പരമാത്മാവായ ഭഗവാനിൽ ലയിച്ചതുപോലെ ആ ഗോപവനിതകൾക്ക് ആനന്ദമൂർച്ച ഉണ്ടായി. ഹരിവും. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. ചിന്നതന്നതനു വല്ലരീതനു കാവിനാമ പശുപാങ്കന കാന്തമംശ അവലംബദേ സ്മതവ താന്തിഭാരമുകുലേക്ഷണ കാചിതാചലിത കുന്തള നവപടീരസാര ഘനസൗരഭം വഞ്ചനേന സംജുചുംബഭുജ മഞ്ജുദോരു പുളകാങ്കുര. അന്വയം. അർത്ഥം. തദനു അനന്തരം കാവി ഒരു പശുപാങ്കന നാമ ഗോപവനിതയാകട്ടെ സിന്നചന്നതനു വല്ലരി വിയർത്തു തളർന്ന ശരീരത്തോടും താന്തിഭാര മുകുളേക്ഷണ ക്ഷീണാധിക്യം കൊണ്ട് കൂമ്പിയ കണ്ണുകളോടു കൂടിയ തവ അങ്ങയുടെ കാന്തം മനോഹരമായ അംശം തോളിനെ അവലംബതേ സ്മ ആശ്രയിച്ചു. കാജിൻ മറ്റൊരുത്തി ആചലിത കുന്തള ഇളകിയ തലമുടി അഴിഞ്ഞവളായി. നവ പടീരസാരഘന സൗരവം പുതിയ ചന്ദന കൂട്ടിൻ്റെ തിങ്ങിയ സുഗന്ധത്തോടു കൂടിയതും അഞ്ചിതോരു പുളകാങ്കുരം മനോഹരമായി ഏറെ രോമാഞ്ചമണിഞ്ഞതുമായ തവ അങ്ങയുടെ ഭുജം കൈ വഞ്ചനേന വ്യാജമായി ചുംബിച്ചു. ഹരിവും. സാരം. മറ്റൊരു സുന്ദരിയായ ഗോപിക നൃത്തം കൊണ്ട് തളർന്നു ഭഗവാന്റെ ചുമലിൽ ചാഞ്ഞു.
വേറൊരു സ്ത്രീ ചന്ദനച്ചാറ് പുരട്ടിയ ഭഗവാന്റെ കൈയുടെ സുഗന്ധം ആസ്വദിക്കാൻ എന്ന വ്യാജേന കയ്യിൽ ചുംബിച്ചു. ഹരി ഓം.